ചിലർ പറഞ്ഞാൽ ലിദിക്കിരി എന്ന് പറഞ്ഞാൽ എന്നെ ഓർക്കാൻ, ഞാൻ മാത്രം ഓർക്കപ്പെടാൻ, ലോകമാന്യത ഇല്ലാതെ ആകാൻ വേണ്ടിയിട്ട്, എനിക്ക് ലോകമാന്യത ഇല്ലാത്ത ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിസ്കാരം നിലനിർത്തണം. ലിദിക്കിരി, റിയ ഇല്ലാതെ, ലോകമാന്യത ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ അഖിമിസ്സല, നിസ്കാരം യഥാവിധം നിലനിർത്തണം. അഖിമിസ്സല ലിദിക്കിരി, എന്നെ മാത്രം ഓർത്ത് ആരെയും ഓർക്കാതെ ഉണ്ട്. നിസ്കാരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ചില ആളുകൾ നിസ്കരിക്കും, അവർക്ക് നിസ്കാരത്തിൽ ചിലർക്ക് 10 കിട്ടും, ചിലർക്ക് 9 കിട്ടും, ചിലർക്ക് 8 കിട്ടും, ചിലർക്ക് 7 കിട്ടും. എന്തുകൊണ്ടത്? കാരണം അവരുടെ നിസ്കാരത്തിൽ പിന്നെ അള്ളാഹ് എത്ര മാത്രമേ ഉള്ളൂ, അള്ളാഹു എത്രമാത്രം ഉണ്ട് അതിനനുസരിച്ചുള്ള വിഹിതമാണ് അവർക്ക് കിട്ടുക. ചിലർ പിന്നെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ നിസ്കാരം. ചിലർ നിസ്ലാസ്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ചിലപ്പം ഭംഗിയിൽ നിസ്കരിക്കും, നല്ല ഖുശൂഉം ഒക്കെ പ്രകടിപ്പിച്ച് നിസ്കരിക്കും. പക്ഷേ ആ നിസ്കാരം എന്തിനാ? അടുത്തുള്ളവൻ നോക്കണത് കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ. നിസ്കാരം ഭംഗിയാക്കണത് മറ്റൊന്ന് നോക്കണേ. അമ്മാരി പരിപാടിയുള്ളതല്ല. അഖിമിസ്സലാ, നിസ്കാരം നീ യഥാവിധമാക്കുക. ലിദിക്കിരി, എന്നെ മാത്രം ഓർത്തുകൊണ്ട് ലോകമാന്യത ഇല്ലാതെ. അപ്പോൾ ലോകമാന്യത ഇല്ലാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ചില മുഫസ്സിരീങ്ങൾ. ഒക്കെ നമ്മളുടെ ദീനിൻ്റെ തെളിവ് അറിയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ചിലർ പറഞ്ഞത് എൻ്റെ പ്രശംസയും എൻ്റെ പ്രതിഫലവും നിനക്ക് ലഭിക്കാൻ വേണ്ടി, അതാണ് എൻ്റെ സനാ, അതേപോലെ തന്നെ എൻ്റെ സവാബ്, പ്രതിഫലം. നിസ്കരിക്കണവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? കൂലി കൊടുക്കും. നിസ്കരിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സനാ ചെയ്യും, പ്രശംസിക്കും. അവിടെ അള്ളാഹു മലക്കളുടെ അടുക്കലും പറയും, നാളെ പരലോകത്തും പറയും. നാളെ പരലോകത്തും അള്ളാഹു നിസ്കാരക്കാരെ പരാമർശിക്കും, പ്രശംസിക്കും, പ്രതിഫലം നൽകും. അതേപോലെ അത്യുന്നതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സനാ ചെയ്യും മലക്കളോട്, എൻ്റെ ദാസൻ ഇതാ, എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്, പക്ഷെ ദാസൻ നിസ്കരിക്കുകയാണ്, എൻ്റെ ദാസനെ നോക്കുന്നുണ്ട് പ്രശംസിക്കും. അപ്പോൾ എൻ്റെ പ്രശംസയും എൻ്റെ പ്രതിഫലവും ലഭിക്കാൻ വേണ്ടി അഖിമിസ്സല എന്ന് ഇതിന് തഫ്സീർ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിലർ പറഞ്ഞത് അഖിമിസ്സല ലിദിക്കിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാമു തൗഖീത്ത് എന്ന് പറയും. ലാമു തൗഖീത്ത് അങ്ങനെയുണ്ട്. എന്താ പിന്നെ സൂറത്ത് തലാഖിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന. എന്താ? നിങ്ങൾ തലാഖ് ചെല്ലുകയാണ് എങ്കിൽ സ്ത്രീകളെ തലാഖ് ചെല്ലേണ്ടത് അവർ ഇദ്ദ സ്വീകരിക്കാൻ ഉള്ള സമയത്തിലാണ്, ഇദ്ദ സ്വീകരിക്കുന്ന സമയത്തിലാണ്. ആ സമയം ലാമാണ് കൊണ്ടുവരുന്നത്, ലാമു തൗഖീത്ത് എന്ന് പറയാം. ഒരു സ്ത്രീ എപ്പോഴാണ് തലാഖില്ല? തലാഖ് ചെല്ലേണ്ടി വരികയാണെങ്കിൽ അല്ല, തലാഖ് ചെല്ലണമെങ്കിൽ ആ സ്ത്രീയുടെ ശുദ്ധികാലത്തായിരിക്കണം. ആ ശുദ്ധികാലത്ത് ആ സ്ത്രീയായിട്ട് ബന്ധപ്പെടാനും പാടില്ല. ഒരു സ്ത്രീയെ പ്രാപിക്കാത്ത അവരുടെ ശുദ്ധികാലത്താണ് തലാഖ്. അതാണ് ലിഇദ്ദതിഹിന, അവർ ഇദ്ദ ആചരിക്കാനുള്ള സമയം നോക്കി തലാഖ് ചെല്ലണം. ശുദ്ധികാലത്ത് അവരെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഇദ്ദ സ്വീകരിക്കാനുള്ള ടൈം. ആ ടൈമിനെയാണ് ആരെ അറിയിക്കണത്? ഈ ലാം അറിയിക്കണത്. അതുകൊണ്ട് തന്നെ അഖിമിസ്സലാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. ലിദിക്കിരി, എന്നെ നിസ്കാരത്തിലൂടെ ഓർക്കാനുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് സുബഹിസ്കരിക്കേണ്ട അപ്പോഴാണ് വെള്ളിയാഴ്ച ഒഴിവാണ്, അതുകൊണ്ട് വെള്ളിയാഴ്ച ദുഹറിൻ്റെ ജുമാൻ്റെ ഒപ്പം. എല്ലാ ദിവസങ്ങളൊക്കെ നമുക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകണം, അപ്പോൾ നേരത്തെ അങ്ങനെ അല്ല. പിന്നെ ഓരോ നിസ്കാരത്തിനും സമയമുണ്ട്. സുബൈൻ്റെ ടൈമുണ്ട്, ആ ടൈമിൽ. ദുഹറിൻ്റെ ടൈമുണ്ട്, ആ ടൈമിൽ. അസറിൻ്റെ ടൈം അസർ. മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബ്, ഈശ. തങ്ങൾക്ക് സമയം കാണിച്ചു കൊടുത്തു. അസ്സലാത്തിൽ അവ്വൽ വഖ്തിഹ, ആദ്യ ടൈമിൽ നിസ്കരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. പിന്നെ ടൈമിനെ കാണിച്ചു കൊടുത്തിട്ട് ആ ടൈമിലാണ് നിസ്കാരം എന്ന് പറഞ്ഞു, മനസ്സിലെ. അപ്പോൾ അഖിമിസ്സല, നമസ്കാരം യഥാവിധമാക്കണം. ലിദിക്കിരി എന്ന് പറഞ്ഞാൽ എന്നെ നിസ്കാരത്തിലൂടെ ഓർക്കേണ്ട സമയങ്ങളിൽ, നിസ്കാരത്തിൻ്റെ വക്തുകളിൽ നിസ്കരിക്കണം എന്ന അർത്ഥത്തിലാണ് ഈ ലിദിക്കിരി പ്രയോഗിച്ചത് എന്ന്, മനസ്സിലെ. അപ്പോൾ അത് ഔഖാത്തിനെയാണ് അറിയിക്കുന്നത്, നിസ്കാരത്തിൻ്റെ സമയങ്ങളെ എന്നറിയിക്കും.